ഹായ് ഓൾ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ കൂന്തൽ എന്ന് പറയുന്നത് ചില ഭാഗത്തൊക്കെ കണവ എന്ന് പറയും, എൻ്റെ നാട്ടിലൊക്കെ കൂന്തൽ എന്ന് പറയാറ്. അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു കൂന്തൽ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് സവാള വേണം. ഇപ്പോൾ ഞാനിവിടെ ഒരു വലിയൊരു സവാളയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ചെറുതാണെങ്കിൽ 2 എടുക്കുക. പിന്നെ ഒരു ചെറിയൊരു തക്കാളി വേണം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് കൂന്തളാണ്. ഞാനിത് 1 കിലോ കൂന്തൾ എടുത്തിട്ടുണ്ട്. ഈ കൂന്തൾ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഒരു നല്ലൊരു മണമായിരിക്കും. ഇനി നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ ഇഞ്ചി, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇവയെല്ലാം ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സവാള നന്നായിട്ട് വഴന്ന് വരണം. അപ്പോഴാണ് നമ്മുടെ ഈ റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തക്കാളി അതിൽ കടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളിതിലോട്ട് കൂന്തൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കൂന്തളൊന്നും ഒത്തിരി അങ്ങ് വേവിക്കരുത്. ഒത്തിരി അങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ കൂന്തളൊക്കെ റബ്ബർ പോലെയായിപ്പോവും. അപ്പോൾ കഴിക്കാനൊന്നും വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കൂന്തൾ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കേണ്ട. ഇനി തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. സവാള വഴറ്റിയപ്പോഴായിരുന്നു നമ്മൾ ഉപ്പിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു അവസാനത്തെ ഒരു സ്റ്റേജിൽ ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കൂന്തൽ റോസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.